ദേശീയപാതയുടെ നിർമ്മാണം വീണ്ടും ജീവൻ കൊയ്തിരിക്കുകയാണ്. ഓച്ചിറയിൽ ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായി റോഡിന്റെ വശത്ത് ഓട നിർമ്മിക്കാൻ വേണ്ടി എടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ ദാരുണമായി മരണമടയുകയായിരുന്നു. ഓച്ചിറ മേമന കണ്ടല്ലൂർ തെക്കതിൽ അജിയാണ് മരിച്ചത്. ഓച്ചിറ പോലീസും ഓച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാറിന്റെയും നേതൃത്വത്തിൽ മൃതദേഹം ഓടയിൽ നിന്നെടുത്തു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നതിനുള്ള ദേശീയപാത അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ഇതുണ്ടായതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കൃഷ്ണൻ പറയുന്നു. ഏറെ നിർധന കുടുംബത്തിൽപ്പെട്ട കണ്ടല്ലൂർ തെക്കതിൽ അജി എന്ന് പറയുന്ന ഒരു നിത്യ അധ്വാനിയാണ് ഈ NH അതോറിറ്റിയുടെ അനാസ്ഥ മൂലം അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയത്. ഇതൊരു പ്രതികാര നടപടിയാണ്. NH അതോറിറ്റിയുടെയും അതുപോലെ തന്നെ വിശ്വസമുദ്രയുടെയും ഏറ്റവും വലിയൊരു പ്രതികാര നടപടിയാണ്. ജനങ്ങളുടെ ഒരു ആവശ്യം മുന്നിലേക്ക് വെക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തി പ്രതികാര നടപടി സ്വീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ദാരുണ അന്ത്യമാണ് ഇന്നിവിടെ സംഭവിച്ചത്. ഇവിടെ ഒരു വെള്ളമൊഴുക്ക് തോടുണ്ടായിരുന്നു. ആ തോടിൽ ഇങ്ങനെയുള്ള റൗണ്ട് റിങ്ങുകൾ ഇടാതെ സ്ക്വയർ റിങ്ങുകൾ ഇടണമെന്നാണ് നാട്ടുകാരുടെയും ഇവിടുത്തെ ജനപ്രതിനിധിയുടെയും എല്ലാവരുടെയും ആവശ്യം. ആ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ പണി ഇവിടെ വെച്ച് നിർത്തുകയും ഇത് അതിന്റെ ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ഒരു കാര്യം വളരെ ശക്തമായി പറയുകയാണ്, എന്ത് വിഷയങ്ങളുണ്ടായാലും ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദി നാഷണൽ ഹൈവേ അതോറിറ്റിയും അതുപോലെ തന്നെ വിശ്വസമുദ്രയുമാണെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. ഇതിനുവേണ്ടി ഏത് നടപടികൾ സ്വീകരിക്കാനും പഞ്ചായത്ത് ഭരണസമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഇത്തരം അനാസ്ഥയ്ക്കും ഭീഷണിക്കുമെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. ഇതിന്റെ ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. ുമായി ബന്ധപ്പെട്ട അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യും. CDNet ന്യൂസ്, ഓച്ചിറ.